ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം വെള്ളരിക്കയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒരു മൺചട്ടിക്കകത്തോട്ട് ഇട്ട് വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിക്കാം. ഞാനിവിടെ അവിയലും ഇതുപോലെ രസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൂട്ടാനൊക്കെ ഇതുപോലെ മൺചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. അതിനുശേഷം അരപ്പിനുള്ള എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, കുറച്ച് പുളി വേണം, ഉള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ വറ്റൽ മുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് അരച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അതിനെ വെന്ത് കിടക്കുന്ന വെള്ളരിക്കയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് എത്രത്തോളം അളവ് വേണോ അത്രയും അളവിന് നല്ല ഇതായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൽ അടുത്ത് ചേർക്കാനുള്ളത്, ഇതിൽ കടുക് വറുത്തൊഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.